നമസ്കാരം ആർപി. ഇന്ത്യക്കെതിരെ ഭീകരവാദികളുടെ കൊലവിളി പ്രസംഗങ്ങൾ നീണ്ടുപോവുകയാണ്. ജെയ്ഷെ മുഹമ്മദായി, ലഷ്കർ ഇ തൊയ്ബയായി ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കാം ഈ ഒരു സമയത്ത് ഇങ്ങനൊരു? തീർച്ചയായിട്ടും അത് എന്തിൻ്റെയോ ഒരു പുറപ്പാടാണ് എന്ന് കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അഷർ ഇല്ലേ, അങ്ങേരാണ് ഏറ്റവും ലാസ്റ്റിൽ പ്രസംഗം നടത്തിയത്. ഭാരതത്തിനെതിരെ വലിയ തോതിൽ ആക്രമണം നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. അതിന് തൊട്ടു മുമ്പ് ലഷ്കർ ഇ തൊയ്ബയുടെ കസൂരി, സൈഫുള്ള കസൂരി, അയാളായിരുന്നു പഹൽഗാം അറ്റാക്കിൻ്റെ പ്രധാന സൂത്രധാരൻ എന്ന് പറയുന്നു. അയാളാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ചീഫ് ഹാഫിസ് സയ്യിദിൻ്റെ ഏറ്റവും അടുത്ത അനുയായി. അതിന് മുമ്പ് ഹാഫിസ് സയ്യിദ് തന്നെ ഭാരതത്തിനെതിരെ ശക്തമായിട്ട് ഈ പറയുന്ന പോലെ വലിയൊരു ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഇത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ചീഫിൻ്റെ അയാളുടെ പ്രസംഗത്തിൽ അയാൾ പറയുന്നത്, എൻ്റെ കയ്യിൽ എത്ര ഭീകരവാദികളുണ്ട്, എൻ്റെ കയ്യിൽ എത്ര സൂയിസൈഡ് ബോംബേഴ്സ് ഉണ്ട്, അതിൻ്റെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ ലോകം ഞെട്ടുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. 10,000 പേരുണ്ടെന്നൊക്കെയാണ്, 10,000 പേരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് അവരവകാശപ്പെടുന്നത്, ലഷ്കർ ഇ തൊയ്ബയായാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അത് കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല. അതായത് ഭീകര സംഘടനകൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭീകര സംഘടനകൾ എവിടെ പ്രവർത്തിക്കുന്നോ ആ പ്രവർത്തിക്കുന്ന രാജ്യവും അതിൻ്റെ സർക്കാരെങ്കിലും അത് ഒരു ഇനിയും ആക്ച്വലി ഇവർ ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ അതിനെതിരെ ഒരു നിലപാടെടുക്കണം. അതായത് സർക്കാർ പറയണം, ഞങ്ങൾ കണ്ടില്ല ഇങ്ങനെ ഒരു പ്രസ്താവന, ഞങ്ങൾ അന്വേഷിക്കും, തെറ്റാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും, ഭാരതത്തെ ആക്രമിക്കുക ഇപ്പം ഞങ്ങളുടെ ഉദ്ദേശമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സർക്കാരിൻ്റേതായ നയതന്ത്ര ഭാഷയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വരണം. ഈ പറയുന്ന ഈ നിമിഷം വരെ, കഴിഞ്ഞ ഡിസംബറിലാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ചീഫ് ഭാരതത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത്. ഇപ്പോൾ മാസം 2 ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഇതിനെ ഒന്ന് തണുപ്പിക്കാനോ ഇത് ചെയ്യാനോ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹാഫിസ് സയ്യിദ് ഇത് പറഞ്ഞതിനോടൊപ്പം തന്നെ ഷെഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും ഏതാണ്ട് സമാനമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇവരെല്ലാം പറയുന്നതിൻ്റെ ഒരു കാരണം പാകിസ്ഥാനിലുണ്ടായ വെള്ളപ്പൊക്കമാണ്. ആ വെള്ളപ്പൊക്കത്തിന് ഭാരതമാണ് ഉത്തരവാദി എന്നാണ് സർക്കാരും ഭീകര സംഘടനകളും ഒരുപോലെ ഒരേ ഭാഷയിൽ അവർ പറയുന്നതും ഒരേ ഭാഷയിൽ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നതും. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ടെറർ നെറ്റ്വർക്കും പാകിസ്ഥാനിലെ പട്ടാള രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ബന്ധം ഈ പറയുന്ന കൊലവിളി പ്രസംഗങ്ങളുടെ ഈ പരമ്പരയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അല്ലേ, കസൂരി പറഞ്ഞ അഭിപ്രായപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞത്, പട്ടാളക്കാർ മരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ മരണാനന്തര പ്രാർത്ഥനകളിൽ നേതൃത്വം കൊടുക്കുന്നത് സൈഫുള്ള കസൂരിയെ പോലുള്ള ആൾക്കാരാണ്. അത് വിളിച്ചിട്ടാണല്ലോ എന്ന് മാത്രമല്ല, സൈഫുള്ള കസൂരിയുടെ പ്രസംഗത്തിൽ അയാൾ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയും, അസീം മുനീർ ആണല്ലോ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാള അധികാരി അല്ലെങ്കിൽ പട്ടാള മേധാവി. അയാളെ വിളിച്ചത് എന്താണെന്നറിയാമോ? അയാളെ വിളിച്ചത് സുപ്രീം ലീഡർ എന്നാണ്. സുപ്രീം ലീഡർ എന്നാണ് വിളിച്ചത്. ഞങ്ങളുടെ പരമോന്നത നേതാവ്. ഒരു ജനാധിപത്യ രാജ്യത്ത് അവരുടെ ജനാധിപത്യ സംവിധാനമുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡൻ്റുണ്ട്. പട്ടാള മേധാവിയെ അവർ വിളിക്കുന്നത്, ഈ തീവ്രവാദികൾ വിളിക്കുന്നത് പരമോന്നത നേതാവെന്നാണ്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇവർ തമ്മിലുള്ള ബന്ധം ഇനി അത് രഹസ്യമായിട്ട് പോലും വെക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹമില്ല. എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ ഞങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്. അതിന് കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് അമേരിക്കയുടെ പിന്തുണയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അസീം മുനീർ ഇപ്പോൾ ട്രംപിൻ്റെ ഡാർലിംഗ് ആണ് അല്ലേ, അയാളിങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുകയാണ് അസീം മുനീറിനെ. അതിൻ്റെ അഹങ്കാരമാണ് നമ്മളോട് കാണിക്കുന്നത്. ഷെഹബാസ് ഷെരീഫും അസീം മുനീറും നിൽക്കുന്ന സമയത്ത് തന്നെ ഷെരീഫിനെ പിന്തള്ളിയിട്ട് അസീം മുനീറിനെയാണ് ട്രംപ് വിളിച്ച് ചേർത്തത്. ഇതെല്ലാം ക്ഷണികമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇവർ രണ്ടുപേരും കൂടെ
ഇങ്ങരുടെ മുമ്പിൽ ട്രംപിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ നിൽപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സെയിൽസ്മാൻമാർ അവരുടെ ഇയാളിങ്ങനെ പെട്ടി ഇത് തുറന്ന് കാണിക്കുന്നുണ്ട്. അതായത് ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് കുഴിച്ചെടുത്ത ഈ പ്രകൃതി വിഭവങ്ങൾ, വളരെ അപൂർവമായ വിഭവങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു സാമ്പിൾ കാണിക്കുകയാണ്. ശരിക്കും സെയിൽസ്മാൻമാർ ഓരോരുത്തടത്ത് എന്നിട്ട് തങ്ങളുടെ ഉൽപ്പന്നം കാണിച്ച് എങ്ങനെ ആൾക്കാരെ, കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, അതേ നിപ്പാണ് കണ്ടത്. ട്രംപും ഇവരെ കാണുന്നത് അങ്ങനെയൊക്കെയാണ്. പുറമേ പറയുന്നത് എന്തായാലും ഇവരെ കാണുന്നത് ഇവരെ ഉപയോഗിക്കാനുള്ളവരാണ്. ഇവർ നമ്മുടെ അടിമകളാണ്, ഇവർ നമ്മളുടെ സാമ്പത്തിക അടിമകളാണ്, രാഷ്ട്രീയ അടിമകളാണ്, അവരുടെ ഡിഫൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും അവരുടെ സൈന്യത്തിൻ്റെ അടിമകളാണ്. അതുകൊണ്ടല്ലേ പാകിസ്ഥാനിൽ ഒരു ചോദ്യവും ഉത്തരവും ഇല്ലാതെ കയറി അടിക്കാൻ അമേരിക്കയ്ക്ക് എപ്പോഴും സാധിക്കുന്നത്. അപ്പം എല്ലാ അർത്ഥത്തിലും സ്വന്തം രാജ്യത്തെ വിറ്റ ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാർ. അവരെല്ലാം ഒരു ബോട്ടിലെ യാത്രക്കാരുമാണ്. ഈ സ്കൂളുകൾ ഉൾപ്പെടെ ഈ കയറിയിട്ടാണ് ഇത്തരം ആൾക്കാർ പ്രസംഗിക്കുന്നു എന്നുള്ളൊരു മറ്റൊരു പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല, ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ ഭീകരവാദികളെ പിണക്കിക്കൊണ്ടവരുടെ അതിജീവിക്കുക അസാധ്യമാണ്. ഈ രീതിയിലേക്ക് ഒരു അയൽ രാജ്യം പോകുമ്പോൾ അതിനെ ട്രംപ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ പിന്തുണയ്ക്കുമ്പോൾ, ഈ ഒരു ഭീകരവാദികളെ പിന്തുണയ്ക്കുമ്പോൾ എന്തായിരിക്കും ഇനി അടുത്ത് വരുന്നൊരു ലോകക്രമം? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ല ഹരി. ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഉത്തരം തരാം. ഒന്ന് വളരെ ചുരുക്കത്തിൽ തരാം. അതായത് ഒന്ന്, ട്രംപൊക്കെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യക്കെതിരെ ആയതുകൊണ്ടല്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കും. അങ്ങേർക്ക് കച്ചവട താല്പര്യമാണ് പ്രധാനം. അങ്ങേർക്ക് രാജ്യത്തെ, അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കണം, സ്വയം ഒരു നല്ല ലെവലിൽ എത്തുകയും വേണം. അതെ, പുള്ളിക്ക് നോബൽ സമ്മാനം വേണം. അതുപോലെ പുള്ളിയുടെ ബിസിനസ്സും പുള്ളി വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതൊക്കെ ആ ബിസിനസ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങളും ഈ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു ലൈനിലാണ്. പക്ഷേ ആ ഒരവസരം ഇപ്പോൾ പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ട് മുതലാക്കുന്നുണ്ട്. ഇതിൽ മാറുന്ന ലോകക്രമം എന്താണ് എന്ന്, ഇനി മാറാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭാരതത്തിന് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിനൊരു റെലവൻസ്, ഒരു സാങ്കത്യം, ഭാരതം ഒരു വേൾഡ് ലീഡർ എന്നുള്ള നിലയിൽ ഉയരണം എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ ഏക ധ്രുവീകരണത്തിലൂടെ നടക്കില്ല. യൂണിപോളാർ ഒരു വേൾഡിൽ ഇത് നടക്കില്ല. അല്ലെങ്കിൽ ഈവൻ ബൈപോളാർ ആണെങ്കിൽ പോലും നടക്കില്ല. രണ്ട് ശാക്തിക ചേരികൾ മാത്രമുള്ള ഒരു ലോകത്തും അത് നടക്കില്ല. മൾട്ടിപോളാർ ആയിരിക്കണം. ആ മൾട്ടിപോളാർ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകത്ത് മാത്രമേ ഭാരതത്തിൻ്റേതായ ഉയർച്ച അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ അങ്ങനെ വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയുടെ ഈ ഭ്രാന്തൻ തീരുമാനങ്ങൾ ശത്രുക്കളെ മാത്രമല്ല മിത്രങ്ങളെയും വലിയ തോതിൽ വെറുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ പറയുന്നുണ്ട് നമുക്ക് റഷ്യയോട് സംസാരിച്ചു തുടങ്ങണമെന്ന്. അവർ ചിന്തിക്കാത്ത കാര്യമായിരുന്നു. പക്ഷേ അമേരിക്ക ഈ രീതിയിൽ പെരുമാറുമ്പോൾ അമേരിക്ക ഡെൻമാർക്കിനെ ഭയപ്പെടുത്തുകയാണ്, അല്ലേ? അപ്പോൾ ഈ അർത്ഥത്തിൽ അവർ പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും സ്വതന്ത്രമായ തീരുമാനങ്ങളിലേക്ക് യൂറോപ്യൻ യൂണിയൻ പോകാൻ സാധ്യതയുണ്ട്. ഭാരതം ഓൾറെഡി തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്തു തോന്നുന്നു എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അമേരിക്കയും കുറച്ച് അടിമ രാജ്യങ്ങളും മാത്രം ലോകത്ത് അവശേഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. മറ്റ് ശക്തി കേന്ദ്രങ്ങളെല്ലാം അവരുടേതായ കാര്യങ്ങൾ നോക്കി പോകുന്ന രീതിയിലുള്ള പുതിയ ഒരു ലോകക്രമം ഉണ്ടായി വരും. ഇത്തരത്തിൽ ഭീകരവാദികളാണ് ഇന്ത്യക്കെതിരെ കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്ന ആ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു ഭീകരവാദ രാഷ്ട്രവും അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ചും ഈ ഒരു മഞ്ഞ് കാലത്ത് ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നൊരു കാലമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ബംഗ്ലാദേശും ഈ ഭീകരവാദികളുടെ അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ISI ആണ് ബംഗ്ലാദേശ് നിയന്ത്രിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഭാരതം ഇനി എങ്ങനെയാണ് ഇവരെ? അല്ല, ഇത് ഭാരതത്തിനൊരു സുരക്ഷാ പ്രശ്നമാണ്. ഈ വിഷയം നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബംഗ്ലാദേശ് ആയാലും ബംഗ്ലാദേശ് ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിയൊക്കെ. പക്ഷേ ഇതുപോലെ ലഷ്കർ ഇ ത്വയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒക്കെ നേതാക്കന്മാരിങ്ങനെ നിരന്തരം ഭാരതത്തിനെതിരെ വെല്ലുവിളി നടത്തുകയും ഭീഷണി ഉയർത്തുകയും ചെയ്യുകയും സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം മഞ്ഞുകാലത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ഈ മഞ്ഞുകാലത്ത് ഏറ്റവും കൂടുതൽ ഇൻഫിൽട്രേഷനാണ് നടക്കുന്നത്, ആക്രമണമല്ല. ആക്രമണം ഈ മഞ്ഞ് ഉരുകി കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ ഉരുകുന്ന ഈ സമയത്ത് ആൾക്കാരെ ഇപ്പുറത്തേക്ക് കടത്തിവിടുകയാണ്.
അപ്പോൾ ഇനി അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണോ ഇവരിത് പറഞ്ഞതെന്നറിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതത്തിൻ്റെ സുരക്ഷാ രീതികളിൽ വലിയ തോതിൽ ചില സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മളത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഭാരതം വളരെ കരുതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്തെങ്കിലും ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ഉദ്യമം ഉണ്ടായാൽ തന്നെ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് ഒരു വശം. ഇനി അതിനോടൊപ്പം ചേർത്ത് വായിക്കണം, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ ഭീകരവാദികളുടെ ഭീഷണിയെക്കുറിച്ചാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം നിങ്ങൾ ഹരി കേട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കേണ്ടതാണ്. അദ്ദേഹം അതിശക്തമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമുക്ക് നേരെ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ തിരിച്ചാക്രമിക്കണം അല്ലെങ്കിൽ പ്രതിരോധിക്കണം, അങ്ങനെയൊന്നുമല്ല അദ്ദേഹം പറയുന്നത് ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾക്ക് നമ്മൾ പ്രതികാരം ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് പ്രതികാരം എന്നുള്ള വാക്ക് അത്ര നല്ല വാക്കൊന്നുമല്ല, പക്ഷെ അതിനൊരു വലിയ ശക്തിയുണ്ട്. നമ്മളുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾക്ക് നമ്മൾ പ്രതികാരം ചെയ്യണമെന്നാണ് പറയുന്നത്. അത് യൂട്യൂബിൽ ഒക്കെ ഉണ്ട്. അജിത് ഡോവലിൻ്റെ പ്രസംഗം കേൾക്കാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കേൾക്കണം. അപ്പോൾ അതിലെല്ലാം ഉണ്ട്. നമ്മൾ പ്രിപ്പയർഡാണ്. നമ്മൾക്കെതിരെ ഭീഷണിയുണ്ട്, നമ്മളെ നശിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള മാറ്റങ്ങൾ ചിലതൊക്കെ നമുക്ക് വലിയ അനുകൂലമല്ല. പക്ഷേ തീർച്ചയായിട്ടും സ്വന്തം രാജ്യത്തിന് നിലനിൽക്കാനും മുന്നോട്ട് പായാനുമുള്ള കെൽപ്പ്, ആന്തരിക ശക്തി ഭാരതത്തിനുണ്ട്, നമ്മളുടെ ഭരണകർത്താക്കൾക്കും ഉണ്ട്. നമസ്കാരം.